ഷഹബാസ് കൊലപാതകം പ്രതികളുടെ വീട്ടിൽ പരിശോധന. പ്രതികളിൽ ഒരാളുടെ പിതാവ് ഉപയോഗിക്കുന്ന ആയുധം കൊണ്ടാണ് ആക്രമിച്ചതെന്ന് ഷഹബാസിന്റെ പിതാവ്. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊലപാതകത്തിലെ പ്രതികളുടെ വീട്ടിൽ പോലീസ് പരിശോധന. ഷഹബാസിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച നഞ്ചക്കടക്കമുള്ള ആയുധങ്ങൾ കണ്ടെത്താനാണ് പോലീസ് ശ്രമം. ഒപ്പം കൊലപാതകം ആസൂത്രണം ചെയ്ത ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിക്കും. അതേസമയം പ്രതികളായ കുട്ടികളുടെ രക്ഷിതാക്കൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്നും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും താമരശ്ശേരിയിൽ സഹപാഠികൾ കൊലപ്പെടുത്തിയ ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം. സംഘർഷത്തിന് പ്രതികളുടെ രക്ഷിതാക്കൾ സാക്ഷിയാണ്. മർദ്ദനത്തിന് പിന്നിൽ ലഹരി സ്വാധീനമുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ഇക്ബാൽ പറഞ്ഞു. മകന്റെ മരണത്തിന് കാരണമായ വിദ്യാർത്ഥികളെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ അനുവദിക്കരുതായിരുന്നു. തന്റെ മകനും പ്രതീക്ഷയോടെ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. പ്രതികൾക്കെതിരെ കർശന നടപടികൾ വേണമെന്നും ഇപ്പോഴത്തെ അന്വേഷണത്തിൽ അതൃപ്തിയില്ലെന്നും ഇക്ബാൽ പറഞ്ഞു. പ്രതികൾക്കായി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തുമെന്ന് ആശങ്കയുണ്ടെന്നും പ്രതികളിൽ ഒരാളുടെ പിതാവ് പോലീസിലാണ് ജോലി ചെയ്യുന്നതെന്നും ഇക്ബാൽ പ്രതികരിച്ചു. അതേസമയം ഷഹബാസിനെ അരിങ്കൊല ചെയ്ത പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചാൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് പൊതുവികാരം മാനിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് താമരശ്ശേരി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസ്താവന പുറത്തിറക്കി. ഷഹബാസ് മരിച്ച കേസിൽ പ്രതി ചേർത്ത പ്രായപൂർത്തിയാവാത്ത 5 പേരെയും നിരീക്ഷണ മുറിയിലേക്ക് മാറ്റി. ഇവർക്ക് തിങ്കളാഴ്ച തുടങ്ങുന്ന SSLC പരീക്ഷ എഴുതാൻ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ പോലീസ് സുരക്ഷ ഒരുക്കും. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം. നാളെ ആരംഭിക്കുന്ന SSLC പരീക്ഷയാണ് പ്രതികൾ സ്കൂളിൽ വെച്ച് എഴുതുക. നിലവിൽ പ്രതികൾ വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിലാണുള്ളത്. ജാമ്യാപേക്ഷ നിരസിച്ചതിന് പിന്നാലെയാണ് നടപടി. ഷഹബാസിന്റെ മരണത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിയോടും ശിശുക്ഷേമ സമിതി ചെയർപേഴ്സണോടും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിശദീകരണം തേടി.